ഗാസ മുനമ്പ് ഏറ്റെടുക്കാനും നിലവിൽ ഗാസയിലുള്ള പലസ്തീൻ പൗരന്മാരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗാസ നിവാസികളെ പുനരധിവസിപ്പിക്കാൻ 3 രാജ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടം പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. മൊറോക്കോ, പൻലാൻഡ്, സൊമാലിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഗാസ നിവാസികളെ പുനരധിവസിപ്പിക്കാൻ പരിഗണിക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തെയും പലസ്തീൻ ജനതയുടെ പുനരധിവാസത്തെയും കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതികൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ട്രംപിന്റെ വെറുമൊരു പ്രസ്താവന എന്ന നിലയിൽ മാത്രം കണ്ടവർ ഇപ്പോൾ അമേരിക്കയുടെയും ട്രംപിന്റെയും നീക്കങ്ങളിൽ അമ്പരന്നിരിക്കുകയാണ്. ഗാസയിൽ നിന്നും മാറ്റുന്ന പലസ്തീൻ പൗരന്മാരെ അധിവസിപ്പിക്കുവാൻ ആഫ്രിക്കയിലെ 3 രാജ്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടു നീക്കിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. മൊറോക്കോയും പൻലാൻഡും സൊമാലിലാൻഡുമാണ് ട്രംപിന്റെ പരിഗണനയുള്ള 3 രാജ്യങ്ങൾ. വടക്കൻ ആഫ്രിക്കയിലെ രാജ്യമായ മൊറോക്കോ ഏകദേശം 4,47,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള രാജ്യമാണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 32 ദശലക്ഷമാണ്. അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ജിബ്രാൾട്ടർ കടലിടുക്കിനുമപ്പുറം മെഡിറ്ററേനിയൻ കടൽ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ രാജ്യമാണ് മൊറോക്കോ. പൻലാൻഡ് 1998-ൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്വയംഭരണ പ്രദേശമാണ്. അതൊരു ഫെഡറൽ അംഗരാജ്യമായി മാറി. പൻലാൻഡ് സൊമാലിയയുടെ വടക്കു കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൻലാൻഡിന്റെ തലസ്ഥാനം നുഖൽ മേഖലയിലെ ഗരൂവെ നഗരമാണ്. ഹോൺ ഓഫ് ആഫ്രിക്കയ്ക്കടുത്ത് സൊമാലിയൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് സൊമാലിലാൻഡ്. ബ്രിട്ടീഷ് സൊമാലിലാൻഡിന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ച് 1991-ൽ സ്വതന്ത്രമായി രൂപപ്പെട്ട രാജ്യമാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യമോ അന്താരാഷ്ട്ര സംഘടനകളോ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. നിലവിൽ പൻലാൻഡിനും സൊമാലിലാൻഡിനും അന്താരാഷ്ട്ര വേദികളിൽ US പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ വലിയ ഗുണം ചെയ്യും. മൊറോക്കോയ്ക്കും വടക്കൻ സഹാറയിൽ പ്രാദേശിക തർക്കങ്ങൾ നിലവിലുണ്ട്. ഇവിടെയും അമേരിക്കയുടെ പിന്തുണ മൊറോക്കോയ്ക്കും ഗുണം ചെയ്യും. അതുകൊണ്ട് US പ്രസിഡന്റിന്റെ ആവശ്യം നിരാകരിക്കാൻ 3 പേർക്കുമാകില്ല. അതേസമയം US ഗാസയെ പുനർനിർമ്മിക്കുവാനും മനോഹരമായതും വാസയോഗ്യതുമായതും മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ഗാസയിൽ പണം നിക്ഷേപിക്കാൻ വമ്പന്മാരായ അന്താരാഷ്ട്ര നിക്ഷേപകരെ പ്രേരിപ്പിക്കുമെന്നും ട്രംപുമായി ബന്ധമുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഈജിപ്തും ജോർദാനും ട്രംപിന്റെ ആഹ്വാനത്തെ സ്വീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.